കൂടുതൽ സംസാരിക്കുന്നില്ല. നബാർഡിൻ്റെ ഒരു കർഷക കമ്പനികളും അതുപോലെ തന്നെ പ്രാഥമിക സഹകരണ സംഘങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുതിയൊരു അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2000 സംഘങ്ങളുമായിട്ട് വളരെ മുമ്പ് തന്നെ ബന്ധമുണ്ട്. പ്രൈമറി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സൊസൈറ്റികളെ, പ്രാഥമിക സംഘങ്ങളെ മൾട്ടി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ മൾട്ടി സർവീസ് സംഘങ്ങളാക്കി മാറ്റാണെങ്കിലുള്ള പദ്ധതികളൊക്കെ നടത്തിയിരുന്നു. കർഷക കമ്പനികളുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം 2014-15 സമയത്താണ് തുടങ്ങുന്നത്. അന്ന് മുതലേ ഈ വിപണി ഇവരെ സംബന്ധിച്ചോളം, കർഷകരെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമേറിയതാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു വിപണി കണ്ടെത്തുക എന്നുള്ളത് വളരെ കർഷക കമ്പനികളുമായിട്ടും നബാർഡിന്റെ ബന്ധം 2014-15 കേന്ദ്ര ഗവൺമെന്റ് നബാർഡിനൊരു പദ്ധതി ഏൽപ്പിക്കുന്നത് വഴി തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് കമ്പനികൾ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉൽപ്പന്നങ്ങൾക്ക് ഉപരിയായിട്ട് വിപണി, നല്ല വിപണി കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യം നബാർഡ് അംഗീകരിച്ചിരുന്നു, അല്ലെങ്കിൽ നബാർഡ് മനസ്സിലാക്കിയിരുന്നു. തുടക്കത്തിൽ തന്നെ ഇതിന് ശ്രദ്ധ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ കമ്പനികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചത് തുടങ്ങിയത്. എങ്കിലും ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനത്തെ പറ്റി ചിന്തിച്ചു. അതായത് ഒരു ജില്ലയിലുള്ള ഉൽപ്പന്നങ്ങൾ, കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് മറ്റു ജില്ലകളിലേക്ക് അയക്കുന്നതോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ പരസ്പരം ഒരു സംവിധാനത്തെ പറ്റി ആലോചിക്കുകയുണ്ടായി. അതുപോലെ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും ചെറിയ ചുവടുവെപ്പുകൾ നടത്തി. എങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. കാരണം അതിന്റെ എല്ലാത്തിൻ്റെ ഒരു പ്രശ്നം ലോജിസ്റ്റിക്സിന്റെ പ്രശ്നമായിരുന്നു. ആര് ഈ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അതിന്റെ ചെലവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിന്റെ ഒരു പുതിയ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സംവിധാനം എങ്ങനെ, അതായത് അത് ഏത് രീതിയിൽ അതിന്റെ വില നിശ്ചയിക്കുന്നതും അതിന്റെ അല്ലെങ്കിൽ മാർജിൻ സംവിധാനങ്ങളെ പറ്റിയൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പലർക്കും ഞങ്ങൾ ഇതുവരെ സഹായം ചെയ്തിരുന്നത് വിവിധ കമ്പനികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സഹായം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് റൂറൽ ചെറിയ കടകൾ തുറന്നതിനുള്ള റൂറൽ മാർട്ട് എന്നുള്ള സംവിധാനത്തിലൂടെയും, അതല്ലെങ്കിൽ ഓണത്തിന്റെ സമയത്തും അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള പ്രാധാന്യമേറിയ സമയങ്ങളിൽ കിറ്റുകൾ വിതരണം ചെയ്യുന്ന സഹായം കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ഒരു സഹായങ്ങൾ മാത്രമേ ഇതുവരെ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അവിടെയാണ് ഇത്തരത്തിലുള്ള കോമൺ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റിലൂടെ നമ്മൾ പുതിയൊരു അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ പ്രധാനമായിട്ടും അതിന്റെ ക്രെഡിറ്റ് ഇവിടുത്തെ എറണാകുളം എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടെ പ്രവർത്തിക്കുന്ന അവർക്കാണ് പോകുന്നത്. കാരണം അവരാണ് ഒരു ന്യൂട്രൽ പ്ലെയർ എന്നുള്ള രീതിയിൽ. കാരണം കമ്പനികളുടെ ഒരു കമ്പനിക്ക് മറ്റേ കമ്പനിയും മറ്റേ ഡീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ന്യൂട്രൽ പ്ലെയറിന്റെ എല്ലാ കമ്പനികളുമായിട്ടും, കർഷക കമ്പനികളും അതുപോലെ പ്രാഥമിക സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനും അവരുടെ ആവശ്യങ്ങളിൽ നോക്കി നടത്തുന്നതിനൊക്കെയുള്ള പ്രയത്നിക്കുന്നതിനും ആ ഒരു താല്പര്യത്തിൽ കൂടി മുന്നോട്ട് വന്നിട്ടുള്ള കംപ്ലയൻസ് ക്രെഡിറ്റ് സൊസൈറ്റി. അവരൊരു ഇതിന് മുന്നോട്ട് വന്നതോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനത്തെ പറ്റിയിട്ട് നമുക്കൊരു ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അവർക്ക് അതിനൊരു നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് നബാർഡിന്റെ എറണാകുളം ജില്ലാ മാനേജർ അശോക് നായർ, അദ്ദേഹം ഇതിനു വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള ബാങ്കിന്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇതൊരു കേരള ബാങ്ക് നേരത്തെ എറണാകുളം DCCBയുടെ ആഭിമുഖ്യത്തിലായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ എറണാകുളത്ത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയായിരുന്നു. ഇതൊരു കേരള ബാങ്കിന്റെ ഒരു ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും കോപ്പറേറ്റീവ് ബാങ്കിന്റെ മറ്റു പ്രദേശങ്ങളിലും ഇത് എങ്ങനെ ഇതുപോലെയുള്ള സംവിധാനങ്ങളും മുന്നോട്ട് വെക്കാമെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നു വരികയാണ്. അപ്പോൾ ഈ രീതിയിൽ നബാർഡും അതുപോലെ കമ്പനികളും പ്രാഥമിക സംഘങ്ങളും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും വിവിധ മറ്റ് ഏജൻസികളും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു സംവിധാനം വരുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന കർഷക കമ്പനികൾക്കും കർഷകർക്കും അതുപോലെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഉള്ള കർഷകർക്കും എല്ലാം പ്രയോജനപ്രദമായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ന്യായമായിട്ടുള്ള വിലയ്ക്ക് വിൽക്കുക എന്നുള്ളതും അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു വിപണി ലഭ്യമാക്കുക എന്നുള്ളത്. ഈ ഒരു ഔട്ട്ലെറ്റിലൂടെ ഈ രണ്ട് കാര്യങ്ങളും നമ്മളത് സാക്ഷാത്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു വിജയം തീർച്ചയായിട്ടും മറ്റു മേഖലകളിലും മറ്റു പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ തുറന്നതിനെ പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഓൾറെഡി മട്ടന്നൂര് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഇതുപോലെ വേറൊരു കർഷക കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഒരു കോമൺ ഔട്ട്ലെറ്റ്
ജനുവരി മാസത്തിൽ തന്നെ തുടങ്ങാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിന്റെ തീർച്ചയായിട്ടും ലൊക്കേഷൻ വളരെയധികം അഡ്വാൻറ്റേജസ് ആണ്. ധാരാളം ഫുട്ഫോൾസ് ആൾക്കാർ ജോലിയായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും ഇവിടെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിന്റെ ലേ ഔട്ടും വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ട്. അപ്പോൾ അത് കർഷകരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക, അതുപോലെ തന്നെ ഇതിന്റെ ഈ സൊസൈറ്റി നടത്തിക്കൊണ്ടു പോകുന്നവരും തീർച്ചയായിട്ടും ഒരു കൺസ്യൂമേഴ്സിനെയും കർഷകരെയും ഒരുപോലെ സഹായിക്കുന്ന രീതിയിൽ സംവിധാനമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഈ ഒരു ക്രിസ്മസിന്റെ അവസരത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വിപണി കൂടുതൽ ലഭ്യമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നൽകുന്നുണ്ട്. വിജയാശംസകൾ നേരുന്നു. ഇത് വളരെ നല്ലൊരു വിജയ സമരമാണ് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയ സഹകാരികളെ, കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ ഇന്ത്യയിലെ കർഷകർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടാത്തതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കിട്ടാത്തതിന്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ കർഷകർ അനുഭവിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട വിപണി കർഷകരെ സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ കർഷകരെ സഹായിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംരംഭമായി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സംരംഭം മാറുകയാണ്. നമുക്കറിയാം, കാളയും കലപ്പയും കർഷകർ ചൂടും പാറയുമില്ലെങ്കിൽ ഭൂമി വെറും മരുഭൂമി എന്ന് കവി പറയുന്നുണ്ട്. അപ്പോ ഭൂമിയുടെ ഉർവരത തൊട്ടുണർത്താൻ നമുക്ക് എങ്ങനെ കർഷകരെ സഹായിക്കാം എന്നതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ ചടങ്ങിന് എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു. ഇന്ന് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം കൂടി അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്ന അഭിവാദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, വളരെയേറെ സന്തോഷം തോന്നുന്ന അഭിമാനപൂർണ്ണ നിമിഷമായി ഈ രംഗം മാറുകയാണ്. നമുക്കറിയാം, നേരത്തെ നമുക്ക് മുന്നേ സംസാരിച്ച പ്രിയപ്പെട്ട ബാങ്കിന്റെ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇതേപോലുള്ള ചെറുകിട കൂട്ടായ്മകൾ പണിയെടുക്കുന്നവന്റെ, പ്രവർത്തിക്കുന്നവന്റെ, അധ്വാനിക്കുന്നതിന്റെ ഒരു പ്രവർത്തന ഫലമാണ് ഇന്നിവിടെ ഈ കൂട്ടായ്മ രൂപപ്പെട്ടത്. തീർച്ചയായും ഇതിനുവേണ്ടി കോപ്പറേറ്റീവ് അസോസിയേഷൻ, എംപ്ലോയീസ് അസോസിയേഷൻ ഇതിന്റെ പ്രവർത്തനമാണ് കൂട്ടായ്മയുടെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ താണ്ടുവാൻ സർവീസിനെ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായത്തിനും എന്റെ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചാൽ ആ സമയത്ത് നിങ്ങളുടെ അടുക്കിലേക്ക് ഉണ്ടാവും എന്നുള്ള ആത്മാർത്ഥപൂർണ്ണമായ ഉറപ്പും ഈ സമയത്തിന് തരാൻ ആഗ്രഹിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകര് അവരുടെ ആത്മാഭിമാനത്തിനോട് പോരാടുന്ന ഈ സമയത്താണ് നമ്മൾ ഈ ഉദ്ഘാടനം നടത്തുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉത്പാദനം അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. കുറച്ച് ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് താങ്ങുവിലയും അതിന് പറ്റുന്ന വിപണിയുമാണ് അവരുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത്. ആ സമയത്ത് നബാർഡിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സംരംഭം ആരംഭിക്കുവാനും അതിനെ ബാങ്കിനെയും ബാങ്ക് സൊസൈറ്റിനെയും ഉൾപ്പെടുത്താൻ സാധിച്ചതും നബാർഡിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. എല്ലാവരും പറഞ്ഞ പോലെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതില് കർഷകരുടെ
അവർക്ക് ന്യായമായ വില കിട്ടണം. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അതിവിടെ കേരള ബാങ്കിന്റെ ത്രൂ നമ്മളിങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. കർഷകന് ന്യായമായ വില കിട്ടണം. അതുപോലെ തന്നെ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമർക്ക് ക്വാളിറ്റി സാധനം കൊടുക്കാൻ പറ്റണം. ക്വാളിറ്റി സാധനം, നല്ല സാധനങ്ങൾ ന്യായമായ വിലക്ക് കൺസ്യൂമർക്ക് കിട്ടണം. ഇതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിന്റെ സക്സസ് ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് കൂടുതൽ ഇതേപോലത്തെ യൂണിറ്റ്സ് തന്നെ കേരളം ഒട്ടാകെ നമുക്ക് തുടങ്ങാം. സോ ദാറ്റ് ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്ത് കണ്ടു FPOനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ മാർക്കറ്റിംഗ് ആണ് എല്ലായിടത്തും പ്രശ്നമായി വന്നത്. അപ്പൊ ഈ മാർക്കറ്റിംഗ് എങ്ങനെ സോൾവ് ചെയ്യാം, അവരുടെ മാർക്കറ്റിംഗ് പ്രോസസ്സ് എങ്ങനെ സോൾവ് ചെയ്യാം. പലവരും പറഞ്ഞു ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യാൻ റെഡിയാണ്, പക്ഷെ മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ധൈര്യം വരുന്നില്ല. അപ്പൊ അവര് പ്രൊഡക്ഷൻ ചെയ്യട്ടെ, അവരുടെ കാര്യം നോക്കിയാൽ മതി. കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രൊഡക്ഷൻ ആണ് ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യണം. മാർക്കറ്റിംഗിന് അവർക്ക് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന പോലെ 2022 ആകുമ്പോഴേക്കും നമുക്ക് ഡബിളിംഗ് ഓഫ് ഫാമേഴ്സ് ഇൻകം നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ട് വന്നിരുന്ന കർഷകന്റെ പ്രൊഡക്ഷൻ കൂട്ടുക. ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ മാത്രമല്ല, അതിന്റെ ഒപ്പം നമ്മൾക്ക് കർഷകന്റെ ഇൻകം കൂടി ഡബിൾ ആക്കണം. അതിനാണ് നമ്മൾ നോക്കുന്നത്. നബാർഡിന്റെ സൈഡിൽ നിന്നും അതാണ് ട്രയൽ. ഇതൊരു ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണ് നടക്കുന്നത്. കേരളത്തിലാണ് ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അത് കേരള ബാങ്കിന്റെ ഒപ്പം കേരള ബാങ്ക് അതിന് വളരെ റെഡിയായി വന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് EDCB എംപ്ലോയീസ് അസോസിയേഷൻ, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി. അവരാണ് ഇതിന്റെ മൊത്തം ഈ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് ഞാൻ കണ്ടു കഴിഞ്ഞ ഒരു മാസത്തോളമായി അവർ ഇതിന്റെ പിന്നാലെ. ഇത് ഒന്നുമല്ലാതെ കിടന്നിരുന്ന ഈ ഒരു ഏരിയ, ഒരു റൂം ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇതിനെ ഫുൾ ആയിട്ട് നിറച്ച് എല്ലാ കർഷകരെയും കോൺടാക്ട് ചെയ്തു. അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരിച്ചു. സാധനങ്ങൾ ഇന്നിങ്ങനെ നമ്മൾ കാണുന്ന ഇത്രയും റെഡി ആയിട്ടുള്ള ഇതിന്റെ പിന്നിൽ അവരുടെ പ്രയത്നമാണ്. അപ്പൊ ഐ വുഡ് താങ്ക് ഈച്ച് വൺ ഓഫ് യു. മാഡം സെക്രട്ടറി ആണ്, പ്രസിഡന്റ്, എല്ലാവർക്കും, പിന്നെ എല്ലാ എംപ്ലോയീസിനും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ താങ്ക് യു. ആൻഡ് ദിസ് വുഡ് ബിക്കം എ എക്സാമ്പിൾ ഫോർ എല്ലാവർക്കും, ഫ്യൂച്ചർ എല്ലാ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആവട്ടെ. താങ്ക് യു ആൻഡ് ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വളരെ സന്തോഷമുണ്ട്. ഡ്രീമായിരുന്നു ഇത് യാഥാർത്ഥ്യമാക്കുക. അശോക് സാറെ തുടക്കത്തിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് സംശയമായിരുന്നു എത്രമാത്രം നടക്കാം നമുക്ക് സംശയമായിരുന്നു. ഇങ്ങനെ പ്രൊപ്പോസൽ നബാർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കേരള ബാങ്കിന്റെ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുക. ഹെഡ് ഓഫീസിൽ ചോദിക്കുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്ക് അംഗീകാരം കിട്ടുന്നത്. പക്ഷേ ചെറിയ ചോപ്പുതാണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങൾക്കും സ്പീഡിൽ തന്നെ പെർമിഷൻ കിട്ടി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേരള ബാങ്ക് എന്നും കർഷകരോടൊപ്പം നിലകൊള്ളുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെ പോളിസി ആ രീതിയിൽ തന്നെ ആണെന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു EDCB സൊസൈറ്റിയാണ് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇത് റിസ്ക് തന്നെയാണ്. ഈ റിസ്ക് എടുത്തുകൊണ്ട് കാരണം അവരുടെ ആക്ടിവിറ്റിയിൽ നിന്ന് വേറിട്ടൊരു ആക്ടിവിറ്റിയാണ് ഇത്. അതിൻ്റെതായ ചെറിയ താമസങ്ങളാണ് ഇത് ഇനാഗുറേഷൻ താമസിച്ചത് തന്നെ. അവരെ ഈ അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കർഷകർക്ക് അവരുടെ പ്രോഡക്റ്റുകൾക്ക് ന്യായമായ വില കിട്ടുക എന്നുള്ളത് ഇന്നും അവരുടെ ഒരു ആവശ്യമായിരുന്നു. ഇങ്ങനൊരു സംരംഭം അതിലൂടെ ചുണ്ടുവെക്കാനാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ നല്ല നിലയിൽ സ്ഥാപനം നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ ആശംസകളും. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ആവശ്യത്തിൽ 250-ഓളം തരത്തിലുള്ള പച്ചക്കറി സഹകരണ മേഖലയിൽ കണ്ടുകൊണ്ടുണ്ട്. അതുകൂടാതെ കോപ്പറേറ്റീവ് മാർക്കറ്റ് മേഖല ജില്ലയിൽ ഒരു സ്ഥാപനം എന്നതൊക്കെ സഹകരണ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കൊണ്ടുനടത്തുന്നതിന് വേണ്ടി മാർക്കറ്റുകളിലൂടെ ആരംഭിച്ചിരുന്നു. ഏതായാലും വിഷരഹിതമായ പച്ചക്കറിയും അതുപോലെ തന്നെ ജൈവ പച്ചക്കറികളൊക്കെ